വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംരക്ഷണവും പരിപാലനവും ആവശ്യപ്പെട്ടുകൊണ്ട് വൃക്കകൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചു. തുടർച്ചയായ അവഗണനകളിൽ മനംമടുത്താണ് സൂചനാ പണിമുടക്കിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഓൾ കേരള കിഡ്നി കൂട്ടായ്മ പ്രസിഡന്റ് വൃക്കേഷ് വയറ്റിനകത്ത് അറിയിച്ചു. വിഷയത്തിൽ പ്രതികരിക്കാൻ കിഡ്നി കൂട്ടായ്മ പ്രതിനിധി ശ്രീ കിഡ്നി കുട്ടപ്പൻ ലൈനിലുണ്ട്. ഹലോ ശ്രീ കിഡ്നി കുട്ടപ്പൻ, എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിങ്ങൾ പണിമുടക്കിലേക്ക് പ്രവേശിക്കുന്നത്? ഹലോ കേൾക്കാം. ശ്രീ കിഡ്നി കുട്ടപ്പൻ പറഞ്ഞോളൂ. ഈ ആളുകളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അരിച്ച് പുറന്തള്ളുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതോടൊപ്പം ശരീരത്തിലെ ആവശ്യമില്ലാത്ത ജലം, ലവണം, ദ്രാവകങ്ങൾ ഇവയെല്ലാം മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാലങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആളുകൾക്കുള്ള അശ്രദ്ധയും ഞങ്ങൾക്ക് കൃത്യമായ ചികിത്സ കിട്ടാത്തതുകൊണ്ടും ഒരു പരിശോധന ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്കുണ്ടാകുന്ന തകരാറ് ചില്ലറൊന്നുമല്ല. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ കിഡ്നി കുട്ടപ്പൻ. എന്ത് പരിഹാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കൃത്യമായ ഇടവേളകളിൽ ഞങ്ങൾക്ക് ചെക്കപ്പ് ആവശ്യമാണ്. കൂടാതെ ഞങ്ങളുടെ ആരോഗ്യം മോശമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് ഈ വിഷയം ഇത്രയും വഷളാവാൻ കാരണം. ആ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് ഗണ്യമായി കുറയുക, മൂത്രത്തിൻ്റെ നിറം മാറുക, കണങ്കാലിൽ നീര്, ശരീരഭാരം കൂടുക, പിന്നെ വിശപ്പില്ലായ്മ, ഛർദി, തളർച്ച, ക്ഷീണം, ഓർമ്മക്കുറവ്, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, ചോര ഛർദ്ദിക്കുക, ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുക, അപസ്മാരം, ഇതൊക്കെയാണ് പൊതുവെ ലക്ഷണങ്ങൾ. ഈ പറഞ്ഞ ബാഹ്യലക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന നടത്തി ഞങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഏതായാലും അധികാരികളും സമൂഹവും വൃക്കകളുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നന്ദി ശ്രീ കിഡ്നി കുട്ടപ്പൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്.